ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി, അടുത്ത തിങ്കളാഴ്ച വിഷുവാണ്. വിഷുവിനായിട്ട് ഒരാൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. വിഷുവിനെ വരവേൽക്കാൻ സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ് കണിവെള്ളരി പാടങ്ങൾ. വിപണിയിലേക്കുള്ള കണിവെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. കോഴിക്കോട്ടെ കണിവെള്ളരി പാടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണിവെള്ളരികൾ വിഷുവിനായി വിപണിയിലെത്തുന്നത്. വേനൽ ചൂടിൽ കണിവെള്ളരികൾ വിണ്ടുകീറിപ്പോകുമെന്ന ആശങ്കയ്ക്കിടയിലാണ് കനത്ത വേനൽ മഴ പെയ്തത്. നിർത്താതെ പെയ്ത മഴയിൽ കുറേയേറെ കൃഷികൾ നശിച്ചുപോയി. എന്നാൽ ഇവയെല്ലാം അതിജീവിച്ച് വിഷു വിപണിയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷകർ. വിളവെടുക്കുന്ന ഓരോ കണിവെള്ളരികളും തുടച്ചു വൃത്തിയാക്കിയാണ് വിപണിയിലെത്തിക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 2 മാസമാണ് അധ്വാനം വരുന്നത്. ഫെബ്രുവരി ആദ്യം മുതൽക്ക് നമുക്ക് ഇതിൻ്റെ പൂട്ടി റെഡിയാക്കണം. വിത്ത് നട്ട് കഴിഞ്ഞിട്ട് 50 ദിവസം ആകുമ്പോഴേക്കും കായാവും. മുഴുവൻ കായ കിടന്നെന്ന് വെച്ചാൽ 2 മാസം പിടിക്കും. 1.25 ഏക്കറിൽ ഇപ്പോൾ ഒരു 10,000 കിലോൻ്റെ മുകളിൽ നമ്മൾ ഇത്രയും വർഷം ഇതിന് മുമ്പത്തെ ഒരു വർഷമൊക്കെ കിട്ടാൻ ഒരു 12,000 കിലോ വരെ കിട്ടിയിരുന്നു. സ്വർണ്ണ കളറിൽ നിന്നാണ് ഈ കണിവെള്ളരിൻ്റെ പ്രധാനം. നല്ല ഒരു 500 ഗ്രാമുള്ള കായയ്ക്കാണ് ഏറ്റവും പ്രധാനം. ആ കായയ്ക്ക് നമ്മൾ പറയുന്ന വിലയാണ്. അതിപ്പം മോഹ വിലയാണ്. അതിന് ഒരു കുത്തോ ഒരു പൊട്ടോ ഒന്നും പാടില്ല. അതിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള അത് തിരിഞ്ഞെടുക്കുന്ന കായയ്ക്ക് അതിന് വില കൂടും. മോഹ വില തന്നെയാണത്. പക്ഷേ ഈ കായൻ്റെ കൂടെ മറ്റേ വെള്ളരി ഒരു തൈ ഉണ്ടായാൽ പരാഗണത്ത് കൂടി അത് വേറെ കായായി മാറും. പച്ച കളറിലെ കായ ആയി വരും. ആ വെള്ളരി ഇതിൻ്റെ എരത്തൊന്നും ഉണ്ടാക്കില്ല. ഇത് സൂക്ഷിച്ച് വേണം ഈ കൃഷി ഇങ്ങനെ ചെയ്യാൻ. ഇപ്രാവശ്യം ഈ വേനൽ ചൂട് കൂടി അതിൻ്റെ കൂട്ടത്തിൽ മഴയും പെയ്തു. അതിനുകൊണ്ട് എന്താ വെച്ചാൽ കുറച്ച് നഷ്ടങ്ങൾ, കായകൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. പല സ്ഥലത്തും വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോയി. അതുകൊണ്ട് വിളവ് കുറവാണ് ഇപ്രാവശ്യം കണിവെള്ളരിൻ്റെ. ഇപ്രാവശ്യം ഒരു 60-70 രൂപ വരെ കിലോയ്ക്ക് പോകുന്നുള്ളതാണ് കാണുന്നത്. ഞാൻ 13 വർഷമായിട്ട് റിലയൻസിനെ ഗോഡൗണിലേക്ക് എത്തിക്കലാണ്. അവിടേക്ക് ഇവിടുന്ന് വണ്ടി കയറ്റി അവിടെ കൊണ്ടുപോയി ഒന്നെങ്കിൽ എറണാകുളം ഗോഡൗണിൽ അല്ലെങ്കിൽ പൊള്ളാച്ചി ഗോഡൗണിൽ അയച്ചാണ് എത്തിക്കൽ. സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് ഏറ്റവും നല്ല കണിവെള്ളരി അടുത്ത വിഷു കൃഷിക്കായി കർഷകർ മാറ്റിവെക്കും.